അഡ്വക്കേറ്റ് വസന്ത് സിറിയൊക്കെ കോൺഗ്രസ് നേതാവ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. വസന്ത്, ഇതിനകത്ത് രക്ഷാദൗത്യം ശരിയായ വഴിയിലല്ല കുറേ കാലം കുറേ ദിവസം പോയത് എന്ന് ഇപ്പോൾ ചില ആളുകൾ അഭിപ്രായം പറയുന്നു. സ്വപ്നരാജ് അർജുൻ്റെ അയൽവാസിയാണ്. സ്വപ്നരാജ് പറയുന്നത് നമുക്ക് പറ്റിയ അപകടം എന്താണ്, ഈ അപകടത്തിൻ്റെ വ്യാപ്തി എന്താണ്, ഇവിടെ എന്തുപയോഗിച്ചാണ് തിരയേണ്ടത്, എന്ത് മെക്കാനിസം അതിന് ഉപയോഗിക്കണം, എന്ത് മെഷീനറി വേണം, എന്ത് സംവിധാനം വേണം എന്നതൊക്കെ അവർ അസസ് ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ പോകുന്നതിൽ പരാജയപ്പെട്ടു. കുറേ ദിവസം ഈ JCB ഇട്ട് നോക്കി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ എന്തുകൊണ്ടുവന്നു, ഈ പറയുന്ന റഡാർ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഈ കലാമിറ്റിയുടെ ആഴമെന്ന് മനസ്സിലാക്കി അതിനൊപ്പിച്ചുള്ള ഒരു സംവിധാനം ഡിസൈൻ ചെയ്യുന്നതിൽ നമുക്ക് വേണ്ടത്ര വിജയിക്കാൻ പറ്റിയില്ല എന്ന് ഒരു വിമർശന സ്വരം പറയുകയാണ് അദ്ദേഹം. അല്ല ശ്രീ നിഷാദ്, നോക്കൂ, ഇന്ന് രാജ്യത്ത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, നമുക്ക് വിശ്വാസത്തോടു കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സേന അത് ഇന്ത്യൻ ആർമി തന്നെയാണ്. ആ ആർമി അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും അതിന് നേരെ വിമർശനവുമായി നടന്നെടുത്തവരെ നമുക്കറിയാം. ആർമി പോരാ, ഞാൻ പറയുന്നത് പോലെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ ഇറങ്ങി തിരിച്ചത് അങ്ങും നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചല്ലോ. അങ്ങനെ കുറെ സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ ഈ രക്ഷാദൗത്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ, രക്ഷാദൗത്യത്തെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. റേറ്റിംഗ് യുദ്ധം നടത്തിയ മീഡിയ വണ്ണിനെ ഞാൻ കുറ്റം പറയുന്നില്ല, റേറ്റിംഗ് യുദ്ധം നടത്തിയ ചില മാധ്യമങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി എന്തും വിളിച്ചു പറയാമെന്നുള്ളായിരുന്നു. നോക്കൂ, ഈ രക്ഷാദൗത്യത്തിന്റെ 2ാം ദിവസം അവിടെ നിന്ന് കാണാതായ 7ഓളം പേരെ കണ്ടെത്തിയിരുന്നു. സ്ഥലം MLA, കോൺഗ്രസ് MLA കൂടിയായിട്ടുള്ള ശ്രീ സെയിൽ അവിടെ ഇന്ന് വരെ ക്യാമ്പ് ചെയ്യുകയാണ്. 2ാമത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രി അവിടെ നേരിട്ടെത്തുകയും റവന്യൂ മന്ത്രിക്ക് ചുമതല നൽകിക്കൊണ്ട് രക്ഷാദൗത്യം കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അത് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷന്, നേരത്തെ ബ്രിഗേഡിയർ പറഞ്ഞതുപോലെ, അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ, ആദ്യ ദിവസങ്ങളിൽ നേവി ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്, പക്ഷേ നേവിയും സിവിൽ അഡ്മിനിസ്ട്രേഷനും മാത്രം പോരാ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ സൈന്യത്തെ വിളിക്കുന്നു. സൈന്യം ഡിപ്ലോയ് ചെയ്യപ്പെടുമ്പോൾ അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, സിവിൽ പ്രോട്ടോകോൾ അത് മാറപ്പെടും. ആ ബോധ്യമില്ലാത്തവരാണോ ഈ ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൂമ്പ വേണം, മമ്പട്ടി വേണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നത്, വിമർശനവുമായി ഇറങ്ങി പുറപ്പെടുന്നത്? സൈന്യം ഡിപ്ലോയ് ചെയ്യപ്പെട്ടാൽ പ്രോട്ടോകോൾ, സ്ഥലം പ്രോട്ടോകോൾ തന്നെ മാറുകയാണ്. സൈന്യത്തിനാണ് പൂർണ്ണാധികാരം, സൈന്യമാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അവർ ഒരു തീരുമാനമെടുക്കുന്നു, അവർ പറയുന്നു അവരുടേതായിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ അവർക്കുണ്ട്. ആ പ്ലാൻ ഓഫ് ആക്ഷനെ സ്ഥലത്ത് നിന്ന് വിമർശിക്കുകയാണ്. പറ്റില്ല, സൈന്യം പറയുന്നതല്ല പരിപാടി, ഞങ്ങൾ പറയുന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കടന്നൽ കൂട്ടം അവിടെ ഇല്ലായിരുന്നു. രഞ്ജിത്ത് ഇസ്രായേൽ, ഞാൻ പേര് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല, രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ആദ്യം അവിടുത്തെ രക്ഷാപ്രവർത്തനം DRF അവരും MLA സെയിലും അടക്കമുള്ളവർ പറഞ്ഞത്, തുടക്കം തന്നെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് ഗംഗാവാലി പുഴയുടെ മടിത്തട്ടിലാണ്, അടിയിലാണ്. കാരണം അതുമാത്രം ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിൽ, നമുക്കൊരു എക്സാമ്പിൾ പോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു അപകടം അവിടെ നടന്നിരിക്കുന്നു. അവിടെ എങ്ങനെ പെരുമാറണമെന്ന മുന്നനുഭവങ്ങൾ നമുക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരം ഈ മണ്ണ് മുഴുവൻ അടിഞ്ഞിരിക്കുക, മണ്ണിനോടൊപ്പം അവിടെ നിന്നിരുന്ന മനുഷ്യരും ജീവജാലങ്ങളും അവിടെ ഉണ്ടായിരുന്ന മെഷീൻസും എത്തപ്പെടാൻ സാധ്യത ഗംഗാവാലി പുഴയിലെ മടിയിലേക്കാണ്. അവിടെയാണ് അന്വേഷണം നടത്തേണ്ടത് എന്ന് സെയിലടക്കം, അവിടുത്തെ ജില്ലാ കളക്ടർ അടക്കം, അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അടക്കം തുടക്കം തൊട്ട് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല, അതല്ല ശരിയായ നടപടി, ഈ കാണുന്ന മണ്ണിനടിയിൽ കുഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഈ രഞ്ജിത്ത് ഇസ്രായേൽ ചാനൽ റേറ്റിംഗ് യുദ്ധവുമായിട്ട് പുറപ്പെട്ട ചില പടയാളികൾ, അതിന്റെ കൂടെയുള്ളവർ, ഇവരെല്ലാം കൂടി ചെന്ന് എന്ത് സർട്ടിഫിക്കേഷനാണ് ഇവർക്കുള്ളത്? ഇന്ത്യൻ സൈന്യത്തെ വരെ വിമർശിക്കുക. ഇന്ത്യൻ സൈന്യം വിമർശനാതീതമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ രാജ്യത്ത് ഇന്ന് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു സേന അതല്ലേ? അതിന് മുകളിൽ ആരെയാ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുക? അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ സൈന്യത്തിന് പിന്തുണ കൊടുക്കുന്നതിൽ അവർക്ക് ആ പിന്തുണയുടെ ആവശ്യമുണ്ട്, മാനസിക പിന്തുണ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ് ഇന്ത്യൻ സൈന്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഒരു പരിധി വരെ നമ്മളൊക്കെ പലയിടത്തും പതറിപ്പോയി. നമ്മളൊക്കെ അവരുടെ പ്ലാൻ ഓഫ് ആക്ഷനെ കുറ്റപ്പെടുത്തുന്നതിൽ, വിമർശിക്കുന്നതിൽ, എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടുന്നതിൽ, ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിൽ അതിന്റെ പുറകെ ഓടുകയാണ് ചെയ്തത്. ഇനി അങ്ങയുടെ ചോദ്യം, അത് സ്വാഭാവികമായി അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷന്, അതായത് അവിടുത്തെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമർശനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ 6ഓളം പേരെ കണ്ടെത്തി. നേവി അടക്കമുള്ള സ്കൂബ ഡൈവിംഗ് ടീം അവിടെ ഉണ്ടായിരുന്നു.
പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു അപകടമാണ് അവിടെ ഉണ്ടായത്. മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ല, കർണാടക ഗവൺമെന്റിന്റെ മുമ്പിലില്ല. ഞാനും നിഷാദും ഈ ചർച്ചയിലുള്ളവരുമെല്ലാം അർജുന് വേണ്ടി മാത്രമാണ് തിരിയുന്നതെങ്കിൽ നമ്മൾ മലയാളികളാണ്, സ്വാഭാവികമായി നമുക്ക് ആ വികാരം ഉണ്ടാവും, ആ സെന്റിമെന്റ്സ് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ സെയിലിന്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ റവന്യൂ മന്ത്രി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ രക്ഷാദൗത്യം തിരയുന്നത് അവിടെ നഷ്ടപ്പെട്ടു പോയ കന്നഡികർക്ക് കൂടിയാണ്, തമിഴന്മാർക്ക് വേണ്ടി കൂടിയാണ്. അവിടെ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു രക്ഷാദൗത്യമാണിത്. എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷാദൗത്യമാണ്. അതിൽ നഷ്ടപ്പെട്ടു പോയ കന്നഡികർ വരെ അതിലുള്ളപ്പോൾ അവിടുത്തെ ഭരണകൂടം അതിൽ വീഴ്ച വരുത്തുമെന്ന് വിമർശിക്കുന്നത്, പറയുന്നത് കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. അത് മോശമാണ്. പറയാതിരിക്കാൻ പറ്റുമോ? നമുക്ക് വിമർശിക്കാം, നമുക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അതിനൊരു അടിസ്ഥാനം വേണം, ശാസ്ത്രീയത. ഇത്തരം വിഷയങ്ങളിൽ ശാസ്ത്രീയത വേണം. അതില്ലാതെ ഒരു ദിവസം ഇറങ്ങി പുറപ്പെട്ട് എനിക്ക് യുദ്ധക്കപ്പൽ വേണം, പടക്കപ്പൽ വേണം, ഇത് അന്വേഷിക്കാൻ വേണ്ടി സൈന്യം എനിക്കത് തരുന്നില്ല, എന്നെ ബ്രിഗേഡിയർ ജനറൽ ആക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ചർച്ചയിൽ മറ്റൊരാളോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ചാനൽ ക്യാമറകളുടെ മുഴുവൻ മുമ്പിൽ വന്ന ഈ വിദഗ്ധന്മാരുണ്ടല്ലോ, ഈ പ്രവാചക വിദഗ്ധന്മാർ, രഞ്ജിത്ത് ഇസ്രയേൽ അടക്കമുള്ള പ്രവാചക വിദഗ്ധന്മാർ, ഈ വിദഗ്ധന്മാരൊക്കെ 24/7 ഏതെങ്കിലും ചാനലിലുണ്ട്.